നമസ്കാരം. എല്ലാവർക്കും മുദ്ര റേക്കി ഉപാസക സംഗമത്തിലേക്ക് സ്വാഗതം. ഗുരുസ്മരണയോടെ നമുക്ക് ഇന്നത്തെ ചടങ്ങ് ആരംഭിക്കാം. നമസ്കാരം. ഒരു കൂട്ടം റേക്കി ഉപാസകർ താന്ത്രിക രീതിയിൽ റേക്കി ദീക്ഷ ലഭിച്ചവർ, അവരുടെ കൂട്ടായ്മയ്ക്ക് ഒരു പേര് കിട്ടി, ഇന്ത്യൻ റേക്കി അസോസിയേഷൻ. ഇന്ത്യൻ റേക്കി അസോസിയേഷൻ എന്ന പേര് ഈ കൂട്ടായ്മയ്ക്ക് വീണിട്ട് 21 വർഷം തികയായിരുന്നു. 21 വർഷം മുമ്പ്, അതായത് 1999 ചാലപ്പുറത്ത് മൈത്രി മന്ദിരത്തിൽ ആണ് ആദ്യമായി ഒരു ദീപാവലി ദിനത്തിൽ ഈ കൂട്ടായ്മ രൂപപ്പെടുന്നത്. എംപ്ലോയ്മെൻറ്റ് ഓഫീസറും നമ്മളെ വളരെ സീനിയർ ആയിട്ടുള്ള റേക്കി ഉപാസകനുമായ PCC രാജയാണ് ആ പേര് നിർദ്ദേശിച്ചത്. PR നാഥനാ തോന്നുന്നു, നോവലിസ്റ്റ്. എന്തായാലും ഇവരെയൊക്കെ ഒരു കൂട്ടായ്മയിലാണ് എൻ്റെ അച്ഛനും റേക്കി അസോസിയേഷൻ്റെ സ്ഥാപകനുമായ CN കൃഷ്ണനുണ്ണി ഈ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ഇന്ത്യൻ റേക്കി അസോസിയേഷൻ എന്ന പേര് നൽകുന്നത്. നമ്മളെ സംബന്ധിച്ച് ശരിക്കും ഇന്നിപ്പം ദീപാവലി ദിനമാണ്, ശിശുദിനാണ്, അങ്ങനെ പല പ്രത്യേകതകളുള്ള ദിവസമാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ച് റേക്കിയുടെ പിറന്നാൾ, റേക്കി അസോസിയേഷൻ്റെ പിറന്നാൾ 21ാം പിറന്നാൾ ദിവസമാണ്. ഇതിന് പുറമെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മൾ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത റേക്കു ഋഷി പുരസ്കാരം സമ്മാനിക്കുന്ന ദിവസം കൂടിയായിരുന്നു ഈ ദിനം. ഈ വർഷം ഈ കോവിഡിൻ്റെ ചില കാരണങ്ങളാലും നമുക്ക് കൃത്യമായി ഒരു അവാർഡ് ജേതാവിനെ കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ഈ വർഷം നമുക്ക് അവാർഡ് ദാന ചടങ്ങില്ല. ശരിക്കും റേക്കു ഋഷി പുരസ്കാരം നൽകുകയാണെങ്കിൽ നമ്മളെ 12ാമത്തെ അവാർഡായിരിക്കും ഇത്തവണ. 11 അവാർഡുകൾ നമ്മൾ ഇതിനകം കൊടുത്തു കഴിഞ്ഞു. നമ്മൾ 2007 മുതലാണ് റേക്കു ഋഷി പുരസ്കാരം നൽകി തുടങ്ങിയത്. ആദ്യമായി നൽകിയത് M ലക്ഷ്മി കുമാരി അവർക്കാണ്. അതിനുശേഷം നമ്മൾ മഹാകവി അക്കിത്തതിന് നൽകി. പിന്നീട് പ്രൊഫസർ വാസുദേവൻ പോറ്റി, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, VMC ശങ്കരൻ നമ്പൂതിരി, സായിറാം ഭട്ട്, സുമംഗല ദേവി, 2014 ഡോക്ടർ KB ശ്രീദേവി, 2015 ഡോക്ടർ ധനഞ്ജയ് സഖ്ദേവ്. 2016 ആദ്യമായിട്ട് നമുക്ക് റേക്കു ഋഷി പുരസ്കാരം നൽകാത്ത ഒരു വർഷം ഉണ്ടായത്. ആ വർഷവും ഇതുപോലെ നമുക്കൊരു അവാർഡ് ജേതാവിനെ കണ്ടെത്തുന്നതിന്, അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തിയ അവാർഡ് ജേതാവ് അവാർഡ് സ്വീകരിക്കുന്നത് അവാർഡിലേക്ക് അവരെ കണ്ടെത്തിയതിന് അവർക്ക് സന്തോഷപ്പെടണമെങ്കിലും അവാർഡ് ഏറ്റുവാങ്ങാനുള്ള ഒരു അവർ ഇതുവരെ ഒരു അവാർഡുകളും വാങ്ങിയില്ല. അതാണ് അവരൊരു ഇതായിട്ട് നിന്നിരുന്നത്. അതിന് പുറമെ അതിനുശേഷം 2017 നമ്മൾ ആർക്കിയോളജിസ്റ്റ് ഡോക്ടർ KK മുഹമ്മദിനാണ് 2017 നൽകിയത്. 2018 വീണ്ടും നമുക്ക് പുരസ്കാരം നൽകാൻ സാധിച്ചില്ല. 19 മനു മാസ്റ്റർക്കാണ് നൽകിയത്. ഈ അവാർഡുകളെല്ലാം നമ്മളെ ചീഫ് പാട്രൺ L ഗിരീഷ് കുമാർ, ശ്രീപുരം താന്ത്രിക ഗവേഷണ കേന്ദ്രം ചെയർമാൻ കൂടിയായ നമ്മളെ ഇന്ത്യൻ റേക്കി അസോസിയേഷൻ്റെ ചീഫ് പാട്രണും മുഖ്യ ഉപദേഷ്ടാവും നമ്മളെ ഈ റേക്കി സമ്പ്രദായത്തെ താന്ത്രിക സമ്പ്രദായവുമായി കൂട്ടിച്ചേർക്കാൻ അച്ഛനെ സഹായിച്ച, അല്ലെങ്കിൽ അച്ഛനോടൊപ്പം തോൾ ചേർന്ന് നിന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെ നയിക്കുന്ന ഗിരീഷ് ഏട്ടനാണ് ഈ അവാർഡുകളെല്ലാം, ഒരു വർഷത്തെ അവാർഡ് ഒഴിച്ച് ബാക്കിയെല്ലാം നൽകിയത്. ഒരു വർഷം PR നാഥനായിരുന്നു റേക്കു ഋഷി പുരസ്കാരം നൽകിയത്. ഈ അവസരത്തിൽ ഞാൻ വേറൊരു കാര്യം, നമ്മളോടൊപ്പം നമ്മളെ ഈ പ്രസ്ഥാനത്തെ നയിക്കാനും ഈ പ്രസ്ഥാനത്തിൻ്റെ പല ഘട്ടങ്ങളിലേക്ക് നമ്മളെ പ്രസ്ഥാനത്തെ കൊണ്ടുപോകുന്നതിനും നമ്മളോടൊപ്പം നിന്ന പലരെയും നമ്മൾ ഈ കൂട്ടത്തിൽ ഈ സമയത്ത് ഓർമ്മിക്കേണ്ടതുണ്ട്. അതിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ PCC രാജയാണ്. പിന്നൊന്ന് MT വിശ്വേട്ടനാണ്. പിന്നെ ശ്രീധരേട്ടനുണ്ട്. ശ്രീധരേട്ടനൊക്കെ ഇതിന് ഒരു ധാരാളം വഴിത്തിരിവുകൾ ഉണ്ടാക്കുന്നതിൽ ഒരു പങ്കുവഹിച്ച വ്യക്തിയാണ്. പിന്നെ നമ്മളെ പാട്രൺ ഡോക്ടർ S അച്യുതൻ നായർ സാർ. പിന്നെ ഈ റേക്കിയിലേക്ക് അച്ഛൻ വരുന്നതിന് മുമ്പ് അച്ഛൻ
നമ്മളെ കൂട്ടത്തിൽ റേക്കി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ റേക്കി പഠിച്ചത് നമ്മളെ ബാബുവേട്ടനാണ്. ബാബുവേട്ടൻ ഇതിലൊരു കീ റോളുള്ള ആളാണ്. പിന്നെ ഗോപുവേട്ടൻ, രാജീവേട്ടൻ, രാജൻ സാറ്, രാംനാഥൻ സാറ്, ശങ്കരി ദുർഗ ചേച്ചി, പിന്നെ അനിൽ നെടുങ്ങാടി, സ്വാമി ഗുരുക്കൾ. നമ്മൾ കളരിയിൽ എങ്ങനെ കളരിയിലത്തെ കാര്യങ്ങളും റേക്കിയും തമ്മിലുള്ള കണക്ഷൻ, അങ്ങനെ ഇത് പല വേർട്ടിക്കൽസിലേക്ക് സത്യത്തിൽ നമ്മൾ റേക്കിയെ കൊണ്ടുപോയി നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും പലരും ചോദിക്കും, ഈ റേക്കിയെ കുറിച്ച് അറിയാത്തവർ ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന മറുപടികളിലൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഇതൊരു ഇൻസ്ട്രുമെന്റ് ബോക്സ് പോലെയാണ്. ഇൻസ്ട്രുമെന്റ് ബോക്സിൻ്റെ അകത്ത് ധാരാളം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും, കോമ്പസ്, ഡിവൈഡർ, സ്കെയിൽ. അപ്പം ആ ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിനെ പല രീതിയിൽ കിട്ടുന്ന ആൾക്കാർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ ഇത് ഇന്ന രീതിയിൽ ഉപയോഗിക്കണം എന്നോ ഒന്നുമല്ല. ഇത് പല വേർട്ടിക്കൽസിലേക്ക്, പെറ്റ്സിൻ്റെ വയ്യായകൾ മാറ്റാൻ, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക്, ഇൻ്റർവ്യൂവിന്, വീടിൻ്റെ സുരക്ഷ, അങ്ങനെ പല 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 ആംഗിളിലേക്ക് റേക്കിയെ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് പരിചയം, നമ്മളെ കൂട്ടത്തിൽ തന്നെ പരിചിതമാണ്. പിന്നെ നമ്മൾ ഈ റേക്കിക്ക് പുറമെ റേക്കി പ്രാക്ടീസിനോടൊപ്പം തന്നെ നമ്മൾ ധാരാളം മെഡിറ്റേഷൻ പരിശീലനങ്ങൾ ഇതിനോടൊപ്പം നടത്തി. സെൽഫ് ഹീലിംഗ് ക്യാമ്പുകൾ നമ്മൾ ഇതിനിടയ്ക്ക് നടത്തി. റിവിഷൻ ക്യാമ്പുകൾ നടത്തി. റേക്കിയും ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട സ്വാസ്ഥ്യം എന്ന നമ്മളെ ഒരു പ്രസിദ്ധീകരണങ്ങൾ നമ്മൾ ഇറക്കി. അച്ഛൻ്റെ വിയോഗത്തിന് ശേഷം ബാബുവേട്ടൻ കുറച്ചു കാലം അത് നടത്തി. പിന്നീട് അത് തുടരാൻ സാധിച്ചില്ല. ഈ വർഷം വളരെ പ്രത്യേകതകൾ നിറഞ്ഞ വർഷമാണ്. ഇത്തവണ നമുക്ക് നേരിട്ട് ഒരുമിച്ചിരുന്ന് അളകാപുരിയിൽ പരിപാടി നടത്തുന്നതിന് ആദ്യമായി തടസ്സമുണ്ടായ ഒരു വർഷമാണ്. എങ്കിൽ പോലും നമ്മൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് ഈ വർഷം നടത്താനായി. ഇത്തവണത്തെ ദീപാവലി ദിനത്തിൽ പ്രത്യേകതകൾ പറയാനുണ്ടെങ്കിലും പ്രത്യേകതകൾ ഇല്ലാത്തൊരു വർഷമായി മാറിയത് അച്ഛൻ്റെ അനുസ്മരണ ദിനം നമ്മൾ ആ ദിവസം തന്നെ ഓൺലൈനിൽ നടത്തി. കൈകൃഷി പുരസ്കാരം നൽകാൻ ആളെ കണ്ടെത്താൻ സാധിക്കാതെ പോയി. ഇന്ന് ഇപ്പോൾ ഈ പറയുന്ന ഈ മെഡിറ്റേഷനും ഇത് മാത്രമേ ഉള്ളൂ. എല്ലാവരും നമ്മളെ അസോസിയേഷൻ്റെ ഭാവി കൂടുതൽ ശോഭനമാവാനും കൂടുതൽ ക്രിയേറ്റീവ് ആവാനും, നേരത്തെ പറഞ്ഞ പോലെ പല വേർട്ടിക്കൽസിലേക്ക് എങ്ങനെയൊക്കെ ഇതിനെ കൊണ്ടുപോകാമെന്നുള്ള ചിന്തകളിലേക്ക് എത്താനും എല്ലാവരും റേക്ക് ചെയ്യണം. നന്ദി, നമസ്കാരം. പഞ്ചശീലം. ഇന്ന് ഞാൻ സമചിത്തതയും സന്തുഷ്ടിയും പുലർത്തും. ഇന്നു ഞാൻ സമചിത്തതയും സന്തുഷ്ടിയും പുലർത്തും. ഇന്ന് ഞാൻ സമചിത്തതയും സന്തുഷ്ടിയും പുലർത്തും. ഇന്നു ഞാൻ ബോധപൂർവം ജീവിക്കും. ഇന്നു ഞാൻ ബോധപൂർവം ജീവിക്കും. ഇന്നു ഞാൻ ബോധപൂർവം ജീവിക്കും. ഇന്നു ഞാൻ മറ്റുള്ളവരോട് അവരുടെ സ്ഥിതി അറിഞ്ഞ് പെരുമാറും. ഇന്നു ഞാൻ മറ്റുള്ളവരോട് അവരുടെ സ്ഥിതി അറിഞ്ഞ് പെരുമാറും. ഇന്നു ഞാൻ മറ്റുള്ളവരോട് അവരുടെ സ്ഥിതി അറിഞ്ഞ് പെരുമാറും. ഇന്ന് ഞാൻ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരകൃപയ്ക്ക് നന്ദിയുള്ളവനായിരിക്കും. ഇന്ന് ഞാൻ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരകൃപയ്ക്ക് നന്ദിയുള്ളവനായിരിക്കും. ഇന്ന് ഞാൻ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരകൃപയ്ക്ക് നന്ദിയുള്ളവനായിരിക്കും. ഇന്ന് ഞാൻ നൽകുവാനും സ്വീകരിക്കുവാനുമുള്ള മനസ്ഥിതി പുലർത്തും. ഇന്ന് ഞാൻ നൽകുവാനും സ്വീകരിക്കാനുമുള്ള മനസ്ഥിതി പുലർത്തും. ഇന്ന് ഞാൻ നൽകുവാനും സ്വീകരിക്കുവാനുമുള്ള മനസ്ഥിതി പുലർത്തും. നന്ദി.